Duracell lasts longer, much longer. ഹായ്, ഇത് പിങ്ക് ബണ്ണി. നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയത് ഡ്യൂറാസെല്ലിന്റെ അഡ്വർടൈസ്മെന്റിലൂടെയാണ്. യുഎസിലും കാനഡയിലും എനർജൈസർ എന്ന കമ്പനിയുടെ ബ്രാൻഡായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇത് ഡ്യൂറാസെല്ലിന്റെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം ഡ്യൂറാസെല്ലിന്റെ ഭാഗത്ത് വന്ന ട്രേഡ് മാർക്ക് റിന്യൂവലിനെ വീഴ്ചയാണ്. അതായത് 1965 രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ അവർ 1980കളിൽ റിന്യൂ ചെയ്യാൻ വിട്ടുപോവുകയും അത് എനർജൈസർ എന്ന കമ്പനി ട്രേഡ് മാർക്ക് ഓവർടേക്ക് ചെയ്യുകയും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ US, കാനഡ രാജ്യങ്ങളിൽ ഡ്യൂറാസെല്ലിന്റെ സെയിൽസ് കുറയാൻ കാരണമാവുകയും ചെയ്യും. ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കേസാണ് പാരച്യൂട്ട് ഓയിലും നിർമ്മൽ ഓയിലും തമ്മിലുള്ള കോൺഫ്ലിക്ട്. ഈ കണ്ട നീല ബോട്ടിലും ഡിസൈനും ഓൾറെഡി പാരച്യൂട്ട് ഓയിൽ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിർമ്മൽ ഓയിലിനെതിരെ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് സ്യൂട്ട് മൂവ് ചെയ്യുകയും അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും. ഒരു ബിസിനസ്മാൻ തന്റെ പ്രൊഡക്റ്റിനോ സർവീസിനോ ഉപയോഗിക്കുന്ന പേരോ ലോഗോയോ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് ലീഗലി പ്രൊട്ടക്ഷൻ കിട്ടുകയും മറ്റൊരു വ്യക്തി നമ്മുടെ ട്രേഡ് മാർക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ലീഗലി ഇൻഫ്രിഞ്ച്മെന്റ് കേസ് മൂവ് ചെയ്ത് അവരെ തടയിടാൻ സാധിക്കുകയും ചെയ്യും. ട്രേഡ് മാർക്ക് ഇല്ലാതെയും ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാം. എന്നാലും നമ്മുടെ ട്രേഡ് മാർക്ക് ബാക്കിയുള്ള വ്യക്തികൾ കോപ്പി അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനെതിരെ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമെങ്കിലും വ്യക്തമായ ട്രാക്ക് റെക്കോർഡ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫേവർ ആയിട്ട് ഡിസിഷൻ വരിക എന്നുള്ളത് അസാധ്യമായി. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കമ്പനി നെയിം അല്ലെങ്കിൽ ലോഗോ ആദ്യമേ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ മേൽ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും.